പോലീസ് മർദ്ദനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഡിവൈഎഫ്ഐ നേതാവിനെ സ്റ്റേഷനിൽ തല്ലിച്ചതയ്ക്കുന്ന പോലീസാണ് കേരളത്തിനുള്ളതെന്നും ഇത്രയധികം പരാതികൾ ഉയർന്നിട്ടും മുഖ്യമന്ത്രി മൗനം തുടരുകയാണെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയിൽ നിന്നും പിണറായി വിജയൻ ഒഴിയണം. ആ സ്ഥാനത്ത് തുടരാൻ അദ്ദേഹം യോഗ്യനല്ലെന്നും സതീശൻ പറഞ്ഞു. സ്റ്റാലിന്റെ കാലത്തെ ഗുലാഗുക്കുകളാക്കി കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളെ മാറ്റുകയാണ് കേരളത്തിലെ അഭിനവ സ്റ്റാലിനായ മുഖ്യമന്ത്രി. ഇത് സ്റ്റാലിന്റെ റഷ്യയല്ല, ഇത് ജനാധിപത്യ കേരളമാണെന്നും സതീശൻ പറഞ്ഞു. വ്യാപകമായി പോലീസിനെതിരെ പരാതികൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. എന്നിട്ടും മുഖ്യമന്ത്രി മൗനം തുടരുകയാണെന്നും സതീശൻ ആരോപിച്ചു. ആരോഗ്യവകുപ്പിനെയും സതീശൻ വിമർശിച്ചു. ലോകത്തുള്ള എല്ലാ അസുഖവും കേരളത്തിലുണ്ട്, എന്നാൽ അതിനെ നിയന്ത്രിക്കാൻ ആരോഗ്യവകുപ്പ് ഒന്നും ചെയ്യുന്നില്ല. അമീബിക് മസ്തിഷ്ക ജ്വരത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് സർക്കാരിന് ഒരു പിടിയുമില്ല. എത്ര പേർ മരിച്ചെന്നോ രോഗകാരണം എന്താണെന്നോ സർക്കാരിന് അറിയില്ല. എന്തിനാണ് ഇങ്ങനെയൊരു ആരോഗ്യവകുപ്പ്? അമീബിക് മസ്തിഷ്ക ജ്വരം സംബന്ധിച്ച് കേന്ദ്രത്തിന്റെ സഹായത്തോടെ ഗൗരവമായ അന്വേഷണം നടത്തണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. 10ാം വർഷത്തിൽ സർക്കാർ ഭയപ്പെട്ട് നിൽക്കുകയാണെന്നും തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവിയാണ് അവർ പ്രതീക്ഷിക്കുന്നതെന്നും സതീശൻ പറഞ്ഞു. 10ാമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഇത്ര കാലമില്ലാത്ത ഭക്തിയാണ് അയ്യപ്പനോട് ഇടതുപക്ഷത്തിനുള്ളത്. സംഗമം മറ്റെന്തെങ്കിലും രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുമെന്ന് കരുതിയാണ് ന്യൂനപക്ഷ സംഗമം നടത്താനിരിക്കുന്നത്. ഇതെന്ത് പാർട്ടിയാണ്, എന്ത് സർക്കാരാണെന്നും സതീശൻ ചോദിച്ചു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് കോൺഗ്രസിലെ ഒരാളും അഭിപ്രായം പറഞ്ഞിട്ടില്ലെന്നും സതീശൻ വ്യക്തമാക്കി. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതാണ്. ബാക്കി കാര്യത്തെക്കുറിച്ച് പാർട്ടി തീരുമാനമുണ്ടെങ്കിൽ പാർട്ടി പ്രസിഡന്റ് അറിയിക്കും, അല്ലാതെ യാതൊരു തീരുമാനവും എടുത്തിട്ടില്ല. രാഹുൽ വിഷയത്തിൽ കോൺഗ്രസിൽ 2 അഭിപ്രായമില്ല. സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ മറുപടി പറയേണ്ട ബാധ്യത ഞങ്ങൾക്കില്ലെന്നും രാഹുൽ പാർട്ടിക്ക് പുറത്താണെന്നും സതീശൻ പറഞ്ഞു. പോലീസ് അതിക്രമങ്ങളെ കുറിച്ചുള്ള വാർത്തകളുടെ പ്രവാഹമാണ്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ തുടങ്ങിയ അക്രമം തുടങ്ങി ബാക്കി കേരളത്തിലെ എല്ലാ ജില്ലകളിലും റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഏറ്റവും അവസാനം വന്നത് അടൂരിൽ ഒരു ഡിവൈഎഫ്ഐ നേതാവിനെ പോലീസ് പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടുകൂടി തച്ചുവെന്നാണ്. പോലീസ് സ്റ്റേഷനിലിട്ട് ക്രൂരമായി മർദ്ദിച്ച് അയാളെ മരണകാരണമായ മർദ്ദനം അയാൾക്കുണ്ടായി എന്നാണ് അയാളുടെ കുടുംബം പരാതി പറഞ്ഞത്. അയാളുടെ കൂട്ടത്തിൽ നിന്ന് വന്ന ഒരു സ്ത്രീയെ പോലും ചവിട്ടിയെന്നാണ്, ക്രൂരമായി ചവിട്ടിയെന്നാണ് അയാളുടെ കൂടെ വന്നത്. ഡിവൈഎഫ്ഐ നേതാവിന് കേരളത്തിലെ പോലീസ് സ്റ്റേഷനിലിട്ട് തല്ലിക്കൊല്ലുന്ന പോലീസാണ് കേരളത്തിലെ. അല്ലെങ്കിൽ എനിക്ക് പിണറായി വിജയനോട് പറയാനുള്ളത്, നിങ്ങൾ ആ സ്ഥാനത്ത് ദയവ് ചെയ്ത് തുടരരുതെന്നാണ്. നിങ്ങൾ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. കേരളത്തിൽ മുഴുവൻ നിരപരാധികളായ മനുഷ്യരെ പോലീസ് സ്റ്റേഷനിലിട്ട് ക്രൂരമായി മർദ്ദിച്ചു കൊല്ലുന്ന ഇത് സ്റ്റാലിന്റെ കാലത്തെ ഗുലാഗുകളാക്കി ഈ പോലീസ് സ്റ്റേഷനുകളെ മാറ്റി. സ്റ്റാലിന്റെ കാലത്ത് ഗുലാഗുകളുണ്ടായി. രാഷ്ട്രീയ എതിരാളികളെയും സാംസ്കാരിക പ്രവർത്തകരെയും എഴുത്തുകാരെയും എല്ലാം ക്രൂരമായി പീഡിപ്പിച്ചു കൊല്ലുന്ന ഗുലാഗുകൾ ഉണ്ടായിരുന്നു. ആ ഗുലാഗുകൾക്ക്, സ്റ്റാലിന്റെ കാലത്തെ ഗുലാഗുകൾക്ക് സമാനമായി കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ മാറിയിരിക്കുകയാണ്. ഈ അഭിനവ കേരള സ്റ്റാലിൻ കേരളം ഭരിക്കുന്ന കാലത്ത് ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകന് വരെ ഇതാണ്. നേതാക്കന്മാര് അയാൾ എന്തോ രഹസ്യം പാർട്ടിക്കാരെ കുറിച്ച്, അവര് നടത്തിയ തട്ടിപ്പിനെ കുറിച്ചുള്ള രഹസ്യം പുറത്തുവരും എന്ന് മനസ്സിലായപ്പോൾ അയാളെ ഒരു കള്ളക്കേസിൽ കുടുക്കി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി SHO ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ച് അയാൾ മരണകാരണമായി എന്ന് കുടുംബം അവര് പരാതി കൊടുത്തിട്ട് പോലും ആ പരാതി പോലും പാർട്ടിക്കാർ കൊടുത്തില്ല. പത്തനംതിട്ട ജില്ലയിലൊക്കെ ക്രിമിനലുകളാണ് പോലീസ് സ്റ്റേഷനുകൾ ഭരിക്കുന്നത്. ഇതിനു മുമ്പ് ഞങ്ങൾ ആരോപണം ഉന്നയിച്ചിട്ടുള്ളതാണ്. ഇതിനൊന്നും ഒരു നടപടിയെടുക്കാതെ ഇത്രയും ദിവസമായിട്ട് മൗനത്തിന്റെ വാൽമീകത്തിൽ ഒളിച്ചിരിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. എന്നിട്ട് വേറെ ആളാണ് മറുപടി പറയണത്. മറുപടി നിങ്ങളാണ് പോലീസ് വകുപ്പ്, ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നതെങ്കിൽ നിങ്ങൾ മറുപടി പറയണം. പിണറായി വിജയൻ മറുപടി പറയണം. നിങ്ങൾ സ്റ്റാലിൻ ചമയേണ്ട കേരളത്തിൽ. ഇത് സ്റ്റാലിന്റെ റഷ്യയല്ല, ഇത് ജനാധിപത്യ കേരളമാണ്. നിങ്ങൾ സ്റ്റാലിൻ ചമയേണ്ട എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ ഗവൺമെന്റ് ഞങ്ങൾ ഇതിനു മുമ്പ് നിയമസഭയിൽ കൊണ്ടുവന്നതാണ്. ലോകത്തുള്ള എല്ലാ അസുഖവും കേരളത്തിലുണ്ട്. അതിനെ നിയന്ത്രിക്കാൻ ആരോഗ്യവകുപ്പ് ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ അമീബിക് മസ്തിഷ്ക ജ്വരം എന്താണ് ചെയ്യേണ്ടതെന്ന് സർക്കാർ യാതൊരു പിടിയില്ല. എത്ര പേര് മരിച്ചെന്ന് സർക്കാരിന് അറിയില്ല. എന്താണ് രോഗകാരണങ്ങളെന്ന് അറിയില്ല. ഈ രോഗം എങ്ങനെയാണ് പിടിപെടുന്നതെന്ന് അറിയില്ല. ഇത് ജലജന്യ രോഗമാണോ? ഇത് ചെളി കെട്ടിക്കിടക്കുന്ന സ്ഥലത്ത് ആളുകൾ മുങ്ങിക്കുളിക്കുന്നത് മൂലം ഉണ്ടാകുന്ന അപകടമാണോ? എന്താണ് എന്ന് പറഞ്ഞ് ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ 6 പേര് ഈ മാസം മരിച്ചു. ഇപ്പൊ 16 പേരും മരിച്ചു അമീബിക് മസ്തിഷ്ക ജ്വരം കൊണ്ട്. എന്താണ് രോഗകാരണം? എന്താണ് രോഗലക്ഷണം? രോഗം വരാനുള്ള സാധ്യത എന്താണ്? എന്തിനാണ് ആരോഗ്യവകുപ്പ്?
വെറുതെ അല്ലല്ലേ ഞങ്ങൾ പറഞ്ഞത് ആരോഗ്യ വകുപ്പ് വെന്റിലേറ്ററിലാണ്. ഒന്നും പറയാനില്ല. ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തണ്ടേ? ഇത്രയും ആളുകൾ മരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇൻസെക്യൂരിറ്റി എന്താണ്, അരക്ഷിത ബോധം എന്താണ്? ആളുകളുടെ മനസ്സിൽ പേടിയല്ലേ? കുഞ്ഞുങ്ങൾക്കൊക്കെ വരുവാണ്, പേടിയാണ് ആളുകൾക്ക്. അപ്പൊ അവരോട് ഇതാണ് അസുഖം, ഈ അസുഖം സൂക്ഷിക്കണം, ഇന്ന മുൻകരുതലുകൾ എടുക്കണം, ശ്രദ്ധിക്കണം എന്ന് ജനങ്ങളോട് പറയണ്ടേ? ഒരു ബോധവൽക്കരണം നടത്താൻ പോലും ഇല്ലാത്ത ഒരു ആരോഗ്യ വകുപ്പ് എന്തിനാണ് കേരളത്തിൽ? ഈ ഗവൺമെന്റ് എവിടേക്കാണ് പോകുന്നത്? എന്താണ് ഇവർ ചെയ്യുന്നത്? ഈ ഗൌരവതരമായ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ കാര്യത്തിൽ സർക്കാർ ഇടപെട്ട് ജനങ്ങളുടെ സംശയങ്ങൾക്ക് അറുതി വരുത്തി, ഇല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്നോ വേറെ എവിടെ നിന്നെങ്കിലോ ഗൌരവതരമായിട്ടുള്ള അന്വേഷണം നടത്തി കേന്ദ്രത്തിന്റെ കൂടി സഹായത്തോടു കൂടി എന്താണ് ഈ ജ്വരം വരാനുള്ള കാര്യം എന്ന് അന്വേഷിച്ച് അതിനുവേണ്ട ബോധവൽക്കരണ പരിപാടികൾ നടത്തി പ്രതിരോധ നടപടികൾ സ്വീകരിച്ച് ഇതിൽ നിന്ന് ആളുകളെ രക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. ഗവൺമെന്റ് അല്ലേ അത് ചെയ്യേണ്ടത്? വേറെ ആർക്കെങ്കിലും പ്രൈവറ്റ് ആളുകൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? ഗവൺമെന്റ് അത് ചെയ്യണം. ഗവൺമെന്റ് ജോലിയാണ്, അത് ചെയ്യുന്നില്ല.